ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇത് ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇത് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റാണ്. ബെൽറ്റ് കിടക്കുന്നത് നല്ല ബെൽറ്റാണ്, കുഴപ്പമൊന്നുമില്ല. കമ്പനി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കത് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പ്ലഗ് ആയാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പുഷുകളായാലും ഷോക്കപ്പിൻ്റെ പുഷായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി നമുക്ക്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രേക്ക് ഷോ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ബാറ്ററി ഇരിക്കുന്ന ആംകോ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ആയിട്ട് വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. 12.92 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ, ടെസ്റ്റ് ലോഡിലേക്ക് വിടുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പച്ച ലൈറ്റ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററിക്ക് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി ഈ ആക്സിഡൻറ്റിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റാണ്. ഇത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ നല്ല ബലം പിടിച്ചിട്ട് വേണം ഈ ആക്സിഡൻറ്റ് തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ തിരിക്കേണ്ട ശരിക്കും ആവശ്യം വരുന്നില്ല. നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കേബിളാണത്. അപ്പോൾ നമുക്ക് ഈ കേബിൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓടിക്കാനൊരു സ്മൂത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആക്സിഡൻറ്റ് കേബിളൊന്നും മാറ്റിക്കളയാം. പിന്നെ അതുപോലെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ഫ്രണ്ട് വീൽ അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീൽ അയക്കാറ്. വേറെ കഴിഞ്ഞ് ബാക്ക് വീലൊക്കെ അയച്ച് കഴിയുമ്പോൾ ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ടയർ ഉണ്ടോ, ബാക്ക് ടയർ മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടയർ മഴക്കാലൊക്കെ വരുമ്പോൾ ബാക്ക് ടയർ മാറ്റി കഴിഞ്ഞാൽ അത്രയും നന്നായി. എന്താ പറയുക, ഫുള്ളായിട്ട് തേഞ്ഞിട്ടുണ്ട് ബാക്ക് ടയർ. ബാക്ക് ടയർ മാറ്റേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ടയറിൻ്റെ കേസും നോക്കിയിട്ട് പറയാം കേട്ടോ. ടയർ മാക്സിമം ആണ്, മാറ്റിയാൽ നന്നായിരിക്കും. അത് മാറ്റുകയാണെങ്കിൽ നമുക്ക് സാപ്പർ പണ്ടുള്ളത് ഈ കിടക്കുന്ന മോഡൽ കിട്ടും. സാപ്പർ അത് ഏത് കമ്പനിയുടെ ആയാലും ശരി, സാപ്പർ കൊണ്ടൊരു മോഡലുണ്ട്. രണ്ട് സൈഡിലേക്കുള്ള ആ മോഡലിട്ട് വേണം നമുക്കത് ഓടിക്കാം. ഓക്കെ, അപ്പോൾ ടയർ കൂടാതുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ